Hello friends, welcome to SAT, St. Augustine Tuition Center, Madathambadi, free education to all. Thank you. Please subscribe to our YouTube channel for new video updates. CBSE Maths Chapter 2 Polynomials, Long Division Method. Second question. P of x is equal to x raised to 4 minus 3x square plus 4x plus 5. G of x is equal to x square plus 1 minus x. P of x നെ G of x ഉപയോഗിച്ച് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ ഫോർമാറ്റിലേക്ക് മാറ്റണം. കാരണം ഇതിൻ്റെ ഫോർമാറ്റ് തെറ്റാണ്. നോക്കൂ, ഇവിടെ ഒരാൾ മിസ്സിംഗ് ഉണ്ട്. ആരാണത്? ഒരു എക്സ് ക്യൂബിൻ്റെ ടേം ഇവിടെ മിസ്സിംഗ് ഉണ്ട്. കണ്ടോ? അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെയാക്കാം. എക്സ് റേസ് ടു 4 പ്ലസ് 0 എക്സ് ക്യൂബ്. ഇവിടെ ഇല്ലാത്ത പദത്തിന് നമ്മൾ 0 എന്ന് എടുക്കണം. അതിനുശേഷം ഇവിടെ ബാക്കിയുള്ള ടേമൊക്കെ എഴുതുക. മൈനസ് 3x സ്ക്വയർ. എന്താണ്? എക്സ് റേസ് ടു 4 കഴിഞ്ഞാൽ പിന്നെ 3 ആണ് വരേണ്ടത്. ഇവിടെ ഇല്ല, അപ്പോൾ നമ്മൾ ചേർത്തു. പിന്നെ എക്സ് സ്ക്വയർ, പിന്നെ 4x കണ്ടോ, എക്സ് റേസ് ടു 1 ആണത് കണ്ടോ, പ്ലസ് 5. അങ്ങനെ ആക്കണം ആദ്യം തന്നെ ഈ ആരെ പി ഓഫ് എക്സിനെ. ഇനി ജി ഓഫ് എക്സ് എടുക്കും. ജി ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ കോൺസ്റ്റന്റ് വന്നു. അങ്ങനെയല്ല, നമ്മുടെ ഫോം അനുസരിച്ച് എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ എക്സിന്റെ ടേം വരണം, പിന്നെയാണ് എന്ത് വരിക? കോൺസ്റ്റന്റ്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഹരിക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഹരിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയത് എക്സ് റേസ് ടു 4 x raised to 4 x raised to 4 plus 0x cube minus 3x square plus 4x plus 5. ഡിവിഷൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, നമുക്ക് ഹരിക്കാം. ആദ്യം തന്നെ നമുക്ക് എക്സ് റേസ് ടു 4നെ എക്സ് സ്ക്വയർ വെച്ച് ഹരിക്കാം. എക്സ് റേസ് ടു 4നെ എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് സ്ക്വയർ. ഇതെങ്ങനെ ഹരിക്കുന്നത്? എക്സ് റേസ് ടു സെയിം ബേസ് ആണെങ്കിൽ 4 മൈനസ് എന്താണ്? 2, ദാറ്റ് ഈസ് എക്സ് റേസ് ടു 2. എക്സ് സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ മുകളിൽ എക്സ് സ്ക്വയർ എഴുതുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ ഉപയോഗിച്ച് ഈ എക്സ് സ്ക്വയർ ഗുണിക്കണം. അപ്പോൾ ആൻസർ എക്സ് റേസ് ടു 4. എക്സ് സ്ക്വയർ ഉപയോഗിച്ച് മൈനസ് എക്സിന് ഗുണിക്കുമ്പോൾ മൈനസ് ഇൻറ്റു പോസിറ്റീവ് മൈനസ് എക്സ് ക്യൂബ്. ഓക്കെ, എക്സ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ 1നെ ഗുണിക്കുന്നു. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പം ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, നമ്മൾ എന്താക്കും? നെഗറ്റീവ് ആക്കും. ഈ ചിഹ്നം നെഗറ്റീവ് ആണ്, നമ്മൾ എന്താക്കും? പോസിറ്റീവ് ആക്കും. ഈ ചിഹ്നം പോസിറ്റീവ് ആണ്, നമ്മൾ എന്താക്കും? നെഗറ്റീവ് ആക്കും. ഇനി നെഗറ്റീവ് എക്സ് റേസ് ടു 4ഉം പോസിറ്റീവ് എക്സിനും കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എക്സ് ക്യൂബ്, ഇവിടെ 0. പോസിറ്റീവ് 1 ആണത്. പോസിറ്റീവ് 1 0 പോസിറ്റീവ് 1 തന്നെ. അപ്പോൾ പോസിറ്റീവ് എക്സ് ക്യൂബ്. ഇനി ഇവിടെയോ? ഇവിടെ മൈനസ് എക്സ് സ്ക്വയറും മൈനസ് 3x സ്ക്വയറാണ്. അപ്പോൾ ആൻസർ മൈനസ് 4x സ്ക്വയർ. ഇനിയോ? ഇവിടെ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ താഴോട്ട് ഇറക്കിയത് പ്ലസ് 4x പ്ലസ് 5. ഇനി നമുക്ക് ഹരിക്കേണ്ടത് ആദ്യത്തെ എക്സ് ക്യൂബിനെ ഈ എക്സ് സ്ക്വയർ വെച്ചിട്ട് ഹരിക്കണം. നോക്കാം. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3 minus 2 that is equal to x raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x.
നമ്മുടെ ആൻസർ പ്ലസ് എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ പ്ലസ് എക്സ് ഉപയോഗിച്ച് എക്സ് സ്ക്വയറിന് ഗുണിക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇസിക്കൽ ടു മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 1 ഇസിക്കൽ ടു പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനിയോ, ഇനി ചിഹ്നം മാറ്റണം. ഇത് പോസിറ്റീവാണ്, നമ്മൾ നെഗറ്റീവ് ആക്കി. ഇത് നെഗറ്റീവാണ്, നമ്മൾ എന്താക്കി? പോസിറ്റീവ് ആക്കി. ഇത് പോസിറ്റീവാണ്, നമ്മൾ നെഗറ്റീവ് ആക്കി. ഇനി കൂട്ടുമ്പോൾ ഇവിടെ 0, ഇവിടെ പ്ലസ് 1 എക്സ് സ്ക്വയറും മൈനസ് 4, അപ്പം മൈനസ് 3 എക്സ് സ്ക്വയർ. ഇവിടെ മൈനസ് എക്സും പ്ലസ് 4 എക്സും, അപ്പം എന്താണ്? പ്ലസ് 3 എക്സ്. ഇവിടെ എന്താണ്? പ്ലസ് 5. ഓക്കെ, ഇനി നമ്മൾ വേണ്ടി മൈനസ് 3 എക്സ് സ്ക്വയറിനെയാണ് എക്സ് സ്ക്വയറും കൊണ്ട് ഹരിക്കേണ്ടത്. മൈനസ് 3 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ. ദ ആൻസർ ഈസ് മൈനസ് 3. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ആൻസർ മൈനസ് 3. ഓക്കെ, ഇനി മൈനസ് 3 ഉപയോഗിച്ച് നമുക്ക് ഗുണിക്കണം. ആരെ? എക്സ് സ്ക്വയർ. മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇസിക്കൽ ടു മൈനസ് 3 എക്സ് സ്ക്വയർ. ഇനി മൈനസ് 3 ഇൻറ്റു എക്സ് ഇസിക്കൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. 3 ഇൻറ്റു എക്സ് ഇസിക്കൽ ടു 3x. ഓക്കെ, മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പോൾ ഈ നെഗറ്റീവ് എന്നുള്ളത് എന്താവും? പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവ് എന്താവും? നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. ഇത് രണ്ടോരോ ആൾക്കാർ വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ 0. ഇത് രണ്ടോരോ ആൾക്കാർ വ്യത്യസ്ത ചിഹ്നങ്ങൾ അതും കൂട്ടുമ്പോഴും 0. ഇത് പോസിറ്റീവ് 3, ഇത് പോസിറ്റീവ് 5, അത് കൂട്ടുമ്പോൾ എത്രയാണ്? 8. ഉണ്ടോ? അപ്പോൾ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഹരണഫലം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3. ഓക്കെ, our answer is quotient x square plus x minus 3, remainder is equal to 8. Thank you. Please visit next part.